ജോസ് കെ മാണിക്കും കൂട്ടർക്കും LDF-ൽ പുല്ലുവില ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാണി ഗ്രൂപ്പ് മുന്നണി വിടുമെന്ന വാർത്തകൾ വന്നെങ്കിലും പാർട്ടി ചെയർമാൻ തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നതും നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ കണ്ടു. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം LDF-ൽ വലിയ പൊട്ടിത്തെറികൾക്ക് കൂടി വഴി മരുന്നിട്ടിരിക്കുകയാണ് ജോസ് കെ മാണി എന്ന് കാണാം. വന്യജീവി ആക്രമണം മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്നും ഇത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ജോസ് കെ മാണി സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിൽ മാസം 1 പിന്നിട്ടിട്ടും ഒരു മറുപടി പറയാൻ LDF-ഓ CPM-ഓ തയ്യാറാകാത്തതാണ് ജോസ് കെ മാണിയെയും മാണി ഗ്രൂപ്പിനെയും അസ്വസ്ഥമാക്കുന്ന ഘടകം. സമ്മേളനം ചേരാൻ ബുദ്ധിമുട്ടുണ്ടെന്നോ അതുമല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെന്നോ പറയാനുള്ള മര്യാദ CPM കാണിച്ചില്ലെന്നാണ് മാണി ഗ്രൂപ്പിന്റെ പരാതി. അതേസമയം സമാന വിഷയത്തിൽ നേരത്തെ സഭയിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും മറ്റൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നുമാണ് CPM നിലപാട്. എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചില്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ഇത് അവഗണനയുടെ ഭാഗമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. UDF മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി LDF-ൽ കിടന്ന് CPM-ന്റെ ആട്ടും തുപ്പും കൊള്ളണമോ എന്നാണ് മാണി ഗ്രൂപ്പിലെ മറ്റ് നേതാക്കൾ ചോദിക്കുന്നത്. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ആവശ്യമുന്നയിച്ചത്. എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്ന വിലയിരുത്തലിൽ CPM എത്തിയതോടെ മുന്നണിയിൽ കല്ലുകടി തുടങ്ങിയതായി കാണാം. ക്രൈസ്തവ സഭകളടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയമാണിത്. അതിനെ മുന്നണിയിലെ മറ്റൊരു പാർട്ടി ആയുധമാക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്നാണ് CPM മുന്നറിയിപ്പ് നൽകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇത് LDF-ന് തിരിച്ചടിയായതാണ്. വീണ്ടും ഇത് ചർച്ചയാക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്നാണ് CPM കണക്കുകൂട്ടുന്നത്. കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ജോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഉന്നയിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. LDF വിടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം കണ്ടില്ലെന്ന് നടിക്കാൻ ജോസിനും പാർട്ടിക്കും സാധിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിന്റെ പാർട്ടിക്കറ്റ് തിരിച്ചടിയും നിലമ്പൂരിലെ UDF വിജയവുമെല്ലാം മാണി ഗ്രൂപ്പിന്റെയും അവരുടെ അണികളെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ്.